guys, welcome to another episode of മൈൻക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൽ ഒരു പുതിയ സംഭവം ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റ് മാറിക്കടേ. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റിൽ എൻ്റെ ഇന്നത്തെ പാർട്ട് 2 ഇടാന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് നേരെ ഗെയിം പ്ലേയിലോട്ട് പോകാം. ഓക്കെ ഓക്കെ നമ്മളെവിടെ ആയിരുന്നു പറഞ്ഞു നിർത്തിയ നമ്മുടെ വീട് ഇതായിരുന്നു അല്ലേ. നമ്മളപ്പോൾ ഇന്നലെ ഒരു ചെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ കുറച്ച് സാധനങ്ങളും എല്ലാം വെച്ച് കുറച്ച് ബണ്ണിൻ്റെ ആവശ്യം കേസ് എന്ന് വെച്ചാൽ എൻ്റെ ലൈഫ് അപ്പോൾ കുറേ ഉണ്ട്. അപ്പോൾ കുറച്ച് ബണ്ണ് നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ബണ്ണ് ഇങ്ങനെ ബ്രെഡാണ്. ഓക്കെ, ബ്രെഡ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു 15 ബ്രെഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനിങ് ഇറങ്ങും. ഫസ്റ്റ് പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വില്ലേജൊക്കെ ഞാൻ കണ്ടതാണ്. മൈനിങ്ങിന് ഇറങ്ങണം അല്ലേ. പക്ഷേ മൈനിങ് പറ്റിയ സ്ഥലം ഏതാ? മൈനിങ്ങിന് പറ്റിയ സ്ഥലം എന്തായാലും ഏതെങ്കിലും ഒരു കേവി പോയി ഇറങ്ങിയാലാണ് ഈ നടക്കുള്ളൂ അല്ലേ. ഫസ്റ്റ് നമുക്ക് ഏതെങ്കിലും ഒരു കേവി പോയി നോക്കി ഇവിടെ എവിടെയെങ്കിലൊക്കെ കേവ് ഉണ്ടാകും. ഇതാണ് എൻ്റെ വില്ലേജ്. നമ്മളപ്പോൾ അവിടെ നിന്ന് ആവശ്യത്തിനുള്ള ഫുഡും ഇതൊക്കെ ഇട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കേസ് അവിടെ ഇട്ടൊരു സ്ഥലമുണ്ട് കണ്ടില്ലേ, അവിടെ ഇട്ടൊരു സ്ഥലമുണ്ട്. അവിടെ അങ്ങാടേക്ക് പോകാനാണ് ഈസിൻ്റെ ഒരു പ്ലാൻ. ഓക്കെ, നമുക്കിപ്പോൾ നൈസായിട്ട് അങ്ങാടേക്ക് ബ്ലൂം എന്നും പറഞ്ഞ അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. ചാടി കയറണം അങ്ങടെ. അങ്ങനെ നമ്മളിത് അങ്ങാടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഏതായിരുന്നു സ്ഥലം? കേവ് ഉണ്ടായല്ലോ. എനിക്കാണെങ്കിൽ പിന്നെ ആടിനെയൊന്നും കൊല്ലണം ആ ഒരു സീനൊന്നും വന്നില്ല. എനിക്ക് നേരെ സ്പോണായത് തന്നെ വില്ലേജിൻ്റെ കണ്ടൊക്കെ. അവിടെ എവിടെ മൈനിങ്ങിന് പറ്റിയ സ്ഥലം? അതേ നമുക്ക് ഇവിടെ ഇട്ടങ്ങോട്ട് കുളിച്ചിറങ്ങിയല്ലോ. ഒരു ഈ മലയുടെ മുകളിൽ കയറി കുളിച്ചിറങ്ങാം. ഇവിടെ നിന്നങ്ങാട് ഇറങ്ങി നോക്കാം. ഇതിലൊക്കെ കിട്ടിയാൽ ചേർന്ന് മച്ചാൻ ഇവിടെ വല്ലതും കിട്ടുമോ? ഇവിടെ വല്ലതും കിട്ടുമോന്ന് പൊക്കോ. നമുക്ക് ആറ്റത്തോ അതാണെങ്കിൽ കുറച്ചും കൂടെ ഓ സൂപ്പർ. ഇവിടെ ഇട്ട് കുഴിച്ചിറങ്ങാം. ഓക്കെ, കുഴിച്ചു ഇതെന്തൂട്ടാണേ. ഓക്കെ കേസ്, നമ്മൾ മണ്ണെത്തി. ഓക്കെ കേസ്, നമ്മളങ്ങനെ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ട് കുഴിച്ചോണയാവുന്നു. ഓടെ ടോർച്ച് ഉണ്ടാക്കിയില്ല എടേ. എന്താ വെച്ചേ കേസ്, ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇവിടെ കുഴിച്ചു പോയിട്ട് കാര്യമില്ല. നമുക്ക് കേവ് കണ്ടുപിടിക്കണം. ഓക്കെ, കേവ് ഇപ്പം ഞാൻ എവിടെ പോയി കണ്ടുപിടിക്കോടേ? കേവ് 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 ഞാനിപ്പോൾ അവിടെ പോയി കണ്ടുപിടിക്കും. അവിടെ കേവ് ഞാനിപ്പോൾ എവിടെ നിന്ന് ഒപ്പിക്കും? പണി പാടിയോ? പോയി കിടന്നുറങ്ങാം. ഇപ്പം തന്നെ പോയി കിടന്നുറങ്ങിയിട്ട് എനിക്ക് ഏതെങ്കിലും കേവ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും നോക്കാം. എന്നിട്ട് ആ കേവിൽ ഇറങ്ങിയിട്ട് അത്യാവശ്യം ആവശ്യത്തിനുള്ള അയണും കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിട്ട് കടൽ രാക്ഷസൻ. അയ്യോ അവന്മാര് ഭീകരന്മാരാട്ടാ. എടാ അവന്മാര് ഭീകരന്മാരാ. ഓ ഈ സോമാരി അതുകൊണ്ട് വരണ്ട്. എടാ അത് നല്ല ഡാമേജ് കളയണ്ട എന്നെ. ഏതെങ്കിലും വീട്ടിൽ കയറി പെട്ടെന്ന് വീട്ടിൽ പോ. ഞാൻ ചത്തി. ഒന്നു സോംബി മച്ചാനെ, ഇവർക്കൊന്നും വീടില്ലേതാവോ? ഞാനൊന്നിനുമില്ല, ഞാനത് കഴിച്ചെൻ്റെ വയറൊന്നും നിറച്ചോട്ടെ ബ്രോ. ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു ഇതിലോട്ടൊക്കെ പോയി വീണടാ. എടാ എൻ്റെ വീട് ഏതായിരുന്നടാ? ഇതാണ് പൊളിയണത്. എൻ്റെ വീട് എനിക്കറിയാനുണ്ടാവും. ഇതല്ലേ? ഇതല്ല. അപ്പം ഇത് ഇത് തന്നെ. കൊച്ചുരിപ്പൊന്നും എൻ്റെ റൂമിൽ കിടക്കണ്ട. കൊച്ചുരിപ്പൊക്കെ ഇടിച്ചോ. ഏയ് പോടാ, വീടിനിറങ്ങി പോടാ വഴി. എൻ്റെ വീട്ടിൽ കയറിയിട്ട് മച്ചാൻ അങ്ങനെ ഉണ്ടാക്കണ്ട. ഓക്കെ, നമ്മളിത് പിറ്റേ ദിവസം ഇട്ടുണ്ട്. നമുക്ക് ഇത്രയും നേരം ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുള്ള അല്ലേ.
ഗൈസ് ഒരു ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ ഞാനായിട്ട് കേവൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ചോളാം, നമുക്ക് പോയി നോക്കാം. കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കേവ് ഒന്നും കണ്ടുപിടിച്ചോളാം, നമുക്ക് പോയി തപ്പൊക്കെ അടിച്ചും കൂട്ടാ മതിലൊക്കെ. ഓക്കെ, നമ്മുടെ വില്ലേജ് ഇങ്ങാട്, നമുക്കപ്പോൾ അങ്ങോട്ട് കിടക്കാം. എടാ എടുത്ത് നമ്മളെ മച്ചാൻ ഇറങ്ങിയൊന്നു ഇവിടെ പാവൂരേ. വില്ലേജിന് വേണ്ടി ചെക്കാൻ കുറേ കിടന്ന് കഷ്ടപ്പെടേ. നൻപേണ്ട ഓക്കെ, പാവം ചെക്കും ലൈഫൊന്നുമില്ല. അവനിക്ക് ഇതില്ലെന്ന് തോന്നുന്നുണ്ട്, ഹെൽത്ത് ഇല്ലെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നടന്ന് നോക്കാം. ഇടൂ ഇതെന്താ ഇടി കേവ് സ്പൈഡർ ഇപ്പം ഉണ്ട്. കയറി ചെന്നാ പണി പാളോന്നാണ്. അങ്ങാട് കിടന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, വെയിറ്റ് ചെയ്യും. പൊട്ടിച്ചിട്ട് ആ വെള്ളത്തിലോട്ട് കാണാൻ നോക്കണം. വെള്ളത്തിലോട്ട് കാണാൻ നോക്കണം, മനസ്സിലായേ? അയ്യോ, അവിടെ കുനിഞ്ഞിരിയടാ മോനെ. അവിടെ വെള്ളം എവിടെ? ഇവിടെ വെള്ളം ഇവിടെ ഇട്ടാടാ. ഇവിടെ അതെ ഇവിടെ വേറെ വഴി. അമ്പട അതൊരു പോറ്റില്ല. അതെ എടി, ഇത് വെള്ളം എവിടെ ഇട്ടുള്ളേ? വെള്ളത്തിലോട്ട് അങ്ങനെയാണെങ്കിൽ എടുത്ത് ചാടിയാൽ മതിയല്ലോ. ഒരു സെറ്റ് സ്ഥലം കിട്ടിയിട്ടാ. എങ്കിൽ ഇവിടെ ഒന്ന് കുഴിച്ചു നോക്കാം. ഇവിടെ കുഴിക്കാം. വെള്ളം ബിസ്മില്ല. അയ്യോ എടാ, അവിടെ ഫുള്ള് വെള്ളം. അയ്യോ, ഞാൻ പെട്ട്. എടി, ഇവിടെ ഫുള്ള് വെള്ളമാണല്ലോ. എടി എടാ, ഞാൻ പെട്ട്. എടാ, ഞാൻ പെട്ട്. എടേ, കയ്യിലുള്ള എന്താന്ന് വെച്ചെടുത്ത്. ഇവിടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. എടേ, അയ്യോ, അവിടെ ഒന്നും വെക്കല്ലേ. യെസ്, രക്ഷോട്ട്. ഓ, ഇവിടെ നിന്ന് രക്ഷോട്ട്. എടേ, എന്തൂട്ട് സ്ഥലം കൂടെ ഇത്. നരകത്തിലാണ് അതിനെ കൊണ്ടിട്ടാ. എൻ്റെ പൊന്ന്, ഏതൊരു വഴി കയറിപ്പോയതാ. കുടുങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഐഡിയ കിട്ടി. ഇവിടെ ഇതേപോലത്തോമാരൊക്കെ ഉണ്ട് കേട്ടാ. പണിപ്പാളോ അമരനെ കണ്ടെന്ന് തോന്നുന്നുണ്ട്. വെച്ച് മെല്ലെ ഇറങ്ങിപ്പോയി നോക്കാം. ഇനി കയ്യിലുള്ളത് സാൻഡാണ്. അത് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടുമോ ബ്രോ? എടാ പോലെ എവിടെ കൊള്ളാടേ. നമുക്കിത് പൊളിച്ചാൽ താഴത്തോട്ട് മെല്ലെ. ഓ, പിന്നില്ലേ ഇതേപോലത്തോമാര്. താഴത്തൊരു ക്രീപ്പർ ഇപ്പുണ്ട്, പിന്നെ ഒരു ചെലന്തിയും ഉണ്ട്. ഓക്കെ, നമുക്കിവിടെ ഒരു സ്കെൽറ്റൻ ഉണ്ട്. അവന് ഇപ്പം തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. എവിടെ തത്തതിനത് കൂമ്പിരിക്കും. ഈ ക്രീപ്പർ കണ്ട് പൊട്ടിത്തെറി. പൊട്ടിത്തെറിച്ചാ പൊട്ടിത്തെറി ബ്രോ. അയ്യോ, കൂമ്പി. എടാ, മറ്റൊന്നും ചത്തോക്കെ. അയ്യോ, ഊമ്പിക്കോ. എടാ, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ കല്ലു. അയ്യോ ഞാൻ ചത്ത് ബ്രോ.
എടാ ഇട്ട് കയറ ലാഗ് വരില്ലേ മുമ്പി ഉണ്ടി സോറി ബ്രോ സോറി അവിടെ എന്താ ഒന്ന് വെയിറ്റ് ചെയ്തേ ഓക്കെ ഇവിടെ ആണെങ്കിൽ എടേ ഇവന്മാര് പിന്നെ സ്പോണായേ ഇത്രയും നേരം ഉമ്മാരെയൊക്കെ അടിച്ച് കൊന്ന് ഉറക്കിയതാണേ ഇപ്പൊ എന്നിട്ട് നോക്കിയോടാ ഓക്കെ ഗൈസ് അങ്ങനെ ഒരു കണക്കിന് ഞാൻ അവിടെ ഒരു ടോർച്ചിൻ്റെ കൂമ്പാരം തന്നെ അവിടെ പണിഞ്ഞു വെച്ച് ലാസ്റ്റ് ഈ കേവ് പിടിച്ചടക്കിയതേ ഈ എല്ലാ സോമിനെയും കൊന്നിട്ട് എനിക്ക് കിട്ടിയ റോട്ടൺ ഫ്ലഷൊക്കെയാണ് ഈ കാണുന്നത് എല്ലാത്തിനും അറിഞ്ഞിട്ടുണ്ടേ ഇവിടെയൊക്കെ അത് എച്ച് പി എടുക്കണല്ലേ ക്രീപ്പറിനൊക്കെ അറിയണേ ഇനി ഞാൻ എൻ്റെ ആദ്യത്തെ അയൺ ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ ഈടാ ഓരേ എനിക്കതേ ശ്രദ്ധിച്ചു എന്നോട് വീഡിയോ ടൈം എത്രയായി 11 ആയിട്ടുള്ളൂ നമുക്കൊരു 20 എടുക്കാം ഓക്കെ കൂടെ അയൺ കിട്ടിയടാ ആദ്യമായിട്ട് ഈ അയൺ കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്താ തീരുമോ ഓക്കെ ഇതെന്താ ഇഷ്ടം പോലെ അയണുണ്ട് കേട്ടാ അയണൊന്നും ഒരു ക്ഷാമമില്ല അത്രേ ഉള്ളൂ ഓക്കെ താങ്ക് യു ഇനിയുണ്ടോ അയൺ ഓക്കെ കേസ് ഇവിടുത്തെ അയണൊക്കെ നമ്മളെടുത്ത് 9 അയൺ ഇപ്പം തന്നെ കിട്ടി അടുത്തടുത്ത് അതെ ഇവിടേക്ക് പണ്ടാരങ്ങൾ സ്പോണാവൂടോ അതിൻ്റെ ഇടയിലൊന്നും സ്പോണാവില്ല അല്ലേ ഓക്കെ അടുത്തത് അടിയിലുണ്ട് കേസ് ഈ കോളൊക്കെ കുഴിച്ചിട്ടാണ് ഞാൻ ഇത്രയും ടോർച്ചുണ്ടൊക്കെ ഒരു 4 സ്റ്റാക്കൊന്നും ഞാൻ ടോർച്ചൊന്നും ഉണ്ടാക്കിയെന്ന് തോന്നുന്നു ഇനി ഇതിൻ്റെ ആവശ്യമില്ല ഞാൻ കുറേ ഉണ്ടാക്കിയതാ വെറുതെ ഇനി എടുക്കണ്ട ഇനി അയൺ അവിടെ അയണ അതെ താഴ്ത്ത് ഇവിടെ 14 അയൺ ഇപ്പം തന്നെ ആയിട്ടാ അങ്ങനെ അയൺ കൊടുത്ത് അടുത്ത അയൺ എവിടാ അടുത്ത അയൺ ഞാൻ ഈ വീഡിയോ കട്ടാക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു 5-3 പ്രാവശ്യം ചത്തിട്ടാ എന്നിട്ട് എനിക്ക് ഭ്രാന്ത് കയറിയിട്ട് ഒരുമിച്ച് കളിച്ചാണ് മനസ്സിലായില്ലേ ഗീസ് ഇനി അങ്ങോട്ട് പോയോക്കാം അങ്ങോട്ട് പോണ വഴിക്ക് അതിലൂടെയൊക്കെ നോക്കാം അതെ അടുത്ത് ഓടി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ശരി ഇവിടെ ഇത്ര ഉണ്ടോ അയണിനൊന്നും ഒരു ക്ഷാമവും ഇല്ല കേട്ടോ ഓക്കെ ഇത്രയല്ലേ ഉള്ളൂ ഇവിടുത്തെ ഇത്രയും അപ്പോൾ ഇത്ര 23 എണ്ണോ ഓക്കെ റോയാണ് ഇനി ഇതൊന്ന് മെൽറ്റാക്കി എടുക്കണം ആ പണിയും കൂടി മെൽറ്റാക്കി എടുക്കണം അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ബാക്കി പണി ചെയ്യാം ഇനിയിപ്പോൾ എവിടെയാണ് അയൺ ഇനിയിപ്പോൾ നമുക്ക് നോക്കി നടക്കണം അയൺ എവിടെയാണെന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇല്ല ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോക്കാം ഇവിടെയും ഇല്ല അപ്പോൾ ഇവിടെ ടോട്ടലി ഇവിടെ ഒരു 23 അയൺ കിട്ടി പക്ഷെ അങ്ങോട്ട് ഇതിനൊരു വഴി ഞാൻ കാണുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട് പക്ഷെ അങ്ങോട്ട് ആടെ ഇവിടെ ഉണ്ട് അയൺ ഈ വഴി വന്നത് നന്നായില്ലേ കുറച്ച് അയൺ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ 27 അയൺ ഓക്കെ ഇവിടെ നിന്ന് കുഴിച്ച് ഇങ്ങോട്ട് പോവാം അപ്പോൾ ഈ നമ്മളാണെങ്കിൽ ഇത് കുഴിച്ച് ഇവിടെ എത്തി എന്താ ഓക്കെ താഴ്ത്തോട്ട് ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടോ അപ്പോൾ നമ്മളാണെങ്കിൽ തിരിച്ചു പോകാൻ പോണാണ് നമ്മളാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടാ ഇവിടെ ഉണ്ട് കേട്ടാ അങ്ങനെ അവിടെ അയണുണ്ടായിരുന്നു അവനാണെങ്കിൽ ഇവിടെ താഴെ ഫുള്ള് എടുക്കണ്ട് ഓക്കെ അയൺ അവിടെ വെച്ച് തീർന്നിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാം 33 എനിക്ക് വിശ്വസിക്കാറ്റുള്ള 33 അയൺ അത് ഇവിടെ രാത്രിയാ ഞാൻ മുമ്പ്
വിടാനും ഉണ്ട്. അതൊക്കെ അത്ര ഉള്ളൂ. ഈ സൂമ്പിട്ടുണ്ട്. സ്പൈഡർ ഓടിക്കോ രാമ, എനിക്ക് ദേശത്തെ വഴി അറിയില്ലാന്ന്. എടി ഇവിടെ എന്തൊക്കെ ഷീടോ, എൻ്റെ വില്ലേജ് അവിടെ ഉണ്ടെന്ന്. ഓടറാ വില്ലേജിലോട്ട്, ഓടറ. ലൈഫ് കുറയല്ലേ? ലൈഫ് കുറഞ്ഞില്ല. ഓടറ ചാടിക്ക്. രാവിലെ ആയാ? അപ്പം ഞാൻ അവിടെ ഇത്ര 24 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്താ. ഓക്കെ, ഇനിയിപ്പോൾ കിടന്നുറങ്ങിയിട്ട് കാര്യം എന്താ? രാവിലെ എല്ലാവരും എണീറ്റോ? ഇപ്പോൾ കിടന്നുറങ്ങാറ്റോ? ഈ വെളുപ്പിന് കിടന്നുറങ്ങാറ്റോ? നോക്കാം. അങ്ങനെ ഞാൻ ഒരു വലിയ സമ്പത്തായിട്ട് വന്നിരിക്കും. ഉറങ്ങാറ്റോടാ, വെളുപ്പിന് ഉറങ്ങാറ്റൂട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എണീറ്റിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പ്യൂർ രാവിലെ അല്ലേ? ഓക്കെ, അവരവരുടെ പണിയായി. ഇനിയിപ്പം ഫുഡ് വേണം. ഒട്ടുമില്ലടാ ഫുഡ്. നോക്കട്ടെ, ബ്രെഡ് ഞാൻ ഉണ്ടാക്കി. അവിടെ ചത്തപ്പോൾ ബ്രെഡൊക്കെ പോയല്ലേ. അപ്പം ഉള്ളതുകൊണ്ട് വേണം പോലെ. ഓക്കെ, ഫുഡ് കഴിക്കാം. ഇത്തിരി അത് വരട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിത് അയൺ ടൂൾസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പോകണമാണ്. കൂടെ ഈ ഒരു ഹെൽമെറ്റ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് മരം വെട്ടിയെടുക്കാം. മച്ചാൻ്റെ ഒപ്പം മരം പൊട്ടാൻ. കമോൺ, മരം ഇപ്പം എവിടെയാണ്? ഇവിടുത്തെ മരം ഞാനന്ന് വെട്ടിയതാ. ഇതിടൊപ്പം പിന്നെയും മുളച്ചോന്നണ. ഇവിടെ ഈ മരമൊക്കെ ഞാൻ വെട്ടിയതല്ലേ, പിന്നെയും മുളച്ചൊന്നേക്കണം. ഇത് കഴിഞ്ഞ പ്രാവശ്യം അവിടെ വേറൊരു മരം ഓർമ്മ, ഇപ്പോഴും ആ മരം തന്നെ വന്നേക്കാണ്. ഇനിയിപ്പോൾ അവിടെ പോകാം. മുറിച്ചു. ഈസ് ഫ്രീ ഫയറിന് വീഴുന്ന ആളിടാട്ടെ. ഇന്നിപ്പോൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ ചെറിയൊരു ആഗ്രഹം തോന്നിയുകൊണ്ട് ഈസ് മൈൻക്രാഫ്റ്റ് പോകും. ഫ്രീ ഫയറിൻ്റെ നാളെ. ഓക്കെ, ഫ്രീ ഫയറിന് നമുക്ക് നാളെ ഇടാം. എടി ഇവൻ മൊയ്യലുണ്ടല്ലോ, ആള് കുറച്ച് സീനാണ് കേട്ടോ. പിന്നെ പിടിക്കാൻ പണിയാണ്. പുറകെ പോയിട്ട് കാര്യമില്ല, വെറുതെ നമ്മൾ ചമ്മോണ്. നമുക്കിപ്പോൾ പോയിട്ട് ഈ അയണൊക്കെ ഒരുക്കണം. ഒരുക്കാനായിട്ട് പിന്നെ എന്താ വേണ്ടേ? ഫർണസ് ഉണ്ടാക്കണം. അതിൽ വെക്കാനായിട്ട് മരം ഞാനെപ്പോൾ പോയി കയറിയില്ലാത്ത പൊളിഞ്ഞേറുണ്ട്. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ വീട്ടിലോട്ട് കയറാൻ പോകുന്നത്. ഇതല്ലേ? ഞാനെൻ്റെ ഇതല്ലേ നേരെ. അപ്പം ഞാനെൻ്റെ വീട്ടിലോട്ടുള്ള വഴിയൊക്കെ പെട്ടു. എന്താടാ കക്കാൻ കയറിയാണോ? എൻ്റെ വീട്ടിൽ കയറിയേക്കും. ഇറങ്ങിപ്പോടാ. വേള് കണ്ടാൽ നീ ഓടൂലേ? ഞാൻ അടിച്ചാൽ നീ ഓടും. ഇറങ്ങിപ്പോടാ. ഓക്കെ, നമുക്കിവിടെ ആവശ്യത്തിനായിട്ടുള്ള ഫർണേസ് ഉണ്ടാക്കാനായിട്ടുള്ള കല്ലക്കായി. പിന്നെ യെസ്, അങ്ങനെ നമ്മളൊരു ഫർണേസും പണിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓക്കെ, നമ്മളൊരു ഫർണസും പണിഞ്ഞ് ഇനി ഫർണസിൻ്റെ അകത്ത് ഇവിടെ അയണ്, ഇവിടെ ഫ്യൂവൽ. ഈ 33 വെയിറ്റൊക്കെ ഞാൻ ഇപ്പോൾ സെറ്റാവില്ലേ? ഞാൻ ഈ സാധനം പ്ലാൻ ആക്കി തരാം. അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇഷ്ടം പോലെ എണ്ണം ഉണ്ടാവുകയും ചെയ്യും. 40 എണ്ണം ഉണ്ട്. ബാക്കി ഇതിലിപ്പോൾ എത്ര എണ്ണം? 32 എണ്ണം. അപ്പോൾ ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. ഏത് ഓക്കെ, ഒരയണം കെട്ടായിട്ടാ. പിന്നെ ഇതുകൊണ്ട് എനിക്ക് ടൂൾസ് ഉണ്ടാക്കാനാണ് ഞാൻ നോക്കണം. പരമാവധി അതാണ് ഞാൻ നോക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ അപ്പോഴത്തേക്കും ആവട്ടെ. അപ്പോഴത്തേക്കും നമ്മളെ പുറത്തോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാതെ. നമ്മൾ അടുത്ത എപ്പിസോഡ് നമുക്ക് ഇതിപ്പോൾ എപ്പിസോഡ് 2 അല്ലേ? ഈ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 2 ആണിത്. എപ്പിസോഡ് 1 കാണാത്തവരൊക്കെ പോയി കാണാം കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടിട്ട് മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ വില്ലേജ് കണ്ടുപിടിക്കുന്നതും വില്ലേജിൻ്റെ അകത്തുള്ള ഫുഡും കാര്യങ്ങളും വില്ലേജൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാകും. അവിടെ നമുക്ക് ഈ പച്ച ബെഡ് എടുത്ത് വീട്ടിൽ കൊണ്ടായാലോ? നമ്മുടെ വീട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇതിലാണെങ്കിൽ അത്യാവശ്യം വലിയ സ്ഥലമാണ്. ഇപ്പുള്ള വീട് തന്നെ മതി കേട്ടോ, അതല്ലേ? യെസ്. അപ്പം ഇപ്പോൾ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കട്ടെ. 6 എണ്ണം കിട്ടി. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ടൂൾസൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അതിന് മുമ്പ് എൻ്റെ ഈ
എൻ്റെ ഇപ്പോൾ ഒരു പണി കിട്ടിയിട്ടാണ്. ഒന്ന് വെയിറ്റ് ആക്കി. എന്താ അപ്പോൾ നമ്മളിത് ബാക്കിയുള്ള ചെറിയൊരു പണി ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എടുത്തൊന്ന് മാറ്റിയിട്ട് ഈ ഫർണേസ് എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് പണിഞ്ഞിട്ട് ഈ ഫർണേസിൽ ഒന്നും കൂടെ സാധനങ്ങളേറ്റ് ഇങ്ങനെ കത്തിച്ചാൽ പോരെ. അപ്പോൾ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ 2 മച്ചാന്മാർ, എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കഥയാണ്. ആരെന്ന് നമ്മളെ നമ്മളെ മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന, അവരൊക്കെ എത്രയല്ല പഠിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു 5 കമൻറ്റ് കിട്ടി. ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ, പേരൊന്നും എനിക്കറിയാൻ പാടില്ല, ഒരാൾ വന്നിട്ട് ഒരു കൊളാബ് ചെയ്താലോ അങ്ങനെയൊക്കെ പറയണ്ട്. മൈൻക്രാഫ്റ്റ് വീഡിയോ എപ്പിസോഡ് അടിപൊളിയാണെന്നൊക്കെ പറയണ്ട. അത് ഭയങ്കര സന്തോഷമില്ല എന്നുവെച്ചാൽ അങ്ങനെയല്ലേ നമുക്ക് ആദ്യമായിട്ട് ഇല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷം എനിക്ക്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ പറയണം. ഇനിയിപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം. ഫസ്റ്റത്തെ ടൂൾസ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡ്, ശവല് വേണ്ടല്ലോ, സോഡ് വരെ. സോഡ് മതി, സോഡ് ഒരു സോഡ്, പിന്നെന്താ ഒരു പിക്കാക്സ്. ഓക്കെ, ഒരു പിക്കാക്സ്, പിന്നെ ഒരു ഓട, പിന്നെ ഒരു ആക്സ്. ഈ 3 സംഭവങ്ങളൊക്കെ പോരെ. ഇതൊക്കെ തന്നെ ധാരാളം. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് ഇവിടെ. ഓക്കെ, അപ്പോഴത്തേക്കും ഇതായ ഓക്കെ. അപ്പോൾ ടൂൾസിൻ്റെ കാര്യമൊക്കെ ഇത് ഇവിടെ ഓക്കെയാണ്. ടൂൾസ് എല്ലാം സെറ്റായിട്ടാ, കണ്ടില്ലേ, ടൂൾസ് എല്ലാം സെറ്റായി. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് പണിയണം. ഡ്രസ്സിന് എനിക്ക് പണിയാനൊക്കെ അറിയാം കുറച്ചൊക്കെ. ഇത് വേണം. ഷൂ ഉണ്ടാക്കണത് ഇങ്ങനെ എന്തൊക്കെ. ഷൂ ഇങ്ങനെ ഉണ്ടാക്കണേ 2 വെറുതെ വെച്ചാൽ മതി. പിന്നെ അയൻ്റെ ആവശ്യം വേണം. അയണ് ഇനിയും വേണം. ഇനിയിപ്പോൾ മറ്റേ ചെസ്റ്റിൽ ഇടണ സംഭവം അതിപ്പോഴും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് എത്ര എണ്ണം വേണം? 3 കൂടെ വേണം. 3 പെട്ടെന്ന്. 3 എന്താണ്? 3 എത്രേ നമ്മുടെ ഡ്രസ്സ്? ഇതിട്ടിപ്പോൾ തന്നെ ലുക്ക് ഉണ്ടല്ലേ എൻ്റെ മോനെ. സെറ്റ്. ഇപ്പോൾ തന്നെ നമ്മളെ കാണാനൊരു ഗാംഭീര്യമായിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ടപ്പോൾ നമ്മുടെ ആള് ലുക്ക്. പാൻറ്റിന് എത്ര എണ്ണം വേണം? പാൻറ്റിന് 3, 4, 5, 6. എത്ര എണ്ണമാണ് പാൻറ്റിന്? കിട്ടണാക്ക് എടുക്കാം. ഇപ്പോഴും അയണും ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അയൺ ഇപ്പോഴും ഉണ്ട്. കാരണം ഇതെത്ര? 1, 2, 3, 4. 1, 2, 3, 4, 5. 4 എണ്ണം മതി കേട്ടോ. അല്ല 3 എണ്ണം മതി. 3 എണ്ണം. ഇനി വെറും 3 എണ്ണം കൂടെ. വെറും 3 എണ്ണം. ഇനി വെറും 2 എണ്ണം. ഓക്കെ, 2 എണ്ണം മാത്രം. 2 എണ്ണം. ഓക്കെ, അപ്പോൾ വെറും 1 എണ്ണം മതി. ഒറ്റ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാ. ഓക്കെ, ഒറ്റ അങ്ങനെ നമ്മുടെ അവസാനത്തെ ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ ഡ്രസ്സ് ഒരു ഷീൽഡും കൂടെ ഉണ്ടാക്കാറുണ്ടല്ലേ. ഷീൽഡ് ഉണ്ടാക്കാൻ ഇനി അയം വേണം. അതിനായിട്ടുള്ള ഇത് നമുക്കില്ല. ഷീൽഡ് ഉണ്ടാക്കാലോ. എടേ, നമുക്ക് ഷീൽഡ് ഉണ്ടാക്കാം. പിന്നെന്താ, നമുക്ക് ഉണ്ടാക്കാം, ഷീൽഡ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ ആരാ? ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ അയ്യോ
ഞാൻ മണ്ടനാടാ വെറുതെ ബാക്ക് അടിച്ചാൽ ഗീസ്. ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുള്ള ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഗീസ്, ഇപ്പോഴാണ് ഒന്ന് സർവൈവ് ചെയ്യണം. ഞാൻ വെറുതെ ബാക്ക് അടിച്ചളഞ്ഞ് സേവ് ആൻഡ് കിറ്റ് അടിച്ചളഞ്ഞാൽ മണ്ടനാണ്. ഇതെന്താ ലാഗാണ് കേട്ടോ ഗീസ്, പേടിക്കണ്ട. ലാഗാണ്, കണ്ടില്ലേ? ചെറിയൊരു ലാഗിൻ്റെ പ്രശ്നം ഉണ്ടാവാണ്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഇതൊന്നും ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോട്ടോ, ഞാൻ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഷീൽഡും ഈ ഒരു വെസ്റ്റും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് എൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. വീഡിയോ നോക്കിയേ. ഔ സെറ്റല്ലേ? ലുക്കായല്ലേ? ലുക്കായി, സംഭവം ലുക്കായിട്ടാ. ഓ കുഞ്ഞുമ്പിത് പിടിക്കണുണ്ടല്ലേ? കൊള്ളാം 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 കൊള്ളാം. വീസ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റ്. ഇതേപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ കാണാമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്താ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിണ്ണാച്ചി വീഡിയോ നമ്മൾ വന്നായിരിക്കും. ഓക്കെ, ടാറ്റാ.